ആരെങ്കിലും കമന്റ് ബോക്സിൽ ചോദിക്കുമ്പോൾ വീഡിയോ ചെയ്യാമെന്നാണ് കരുതിയത്. അതങ്ങനെ വീഡിയോ ക്ലിക്കായി നാലാൾ കണ്ടാലല്ലേ കമന്റ് ആയിട്ട് എന്തെങ്കിലും വരത്തുള്ളൂ. എനിവേ, നമസ്കാരം ഗൈസ്, വെൽക്കം ടു എ പുതിയ ഊട്ടി ടോയ് ട്രെയിൻ ഡീറ്റെയിൽസ് ആൻഡ് ടിക്കറ്റ് ബുക്കിംഗ് എക്സ്പ്ലെയിനിങ് വീഡിയോ. മേട്ടുപ്പാളയം മുതൽ ഉദകമണ്ഡലം സ്റ്റേഷൻ വരെയാണ് ടോയ് ട്രെയിൻ സർവീസ് ഉള്ളത്. 46 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റൂട്ട് കവർ ചെയ്യുന്നത് 5 മണിക്കൂർ കൊണ്ട് 16 ടണലുകളും കുറെ ബ്രിഡ്ജുകളും ഉൾപ്പെടുന്ന ഒരു അടിപൊളി ലാൻഡ്സ്കേപ്പിലൂടെയാണ്. മേട്ടുപ്പാളയം ടു ഊട്ടി രാവിലെ 7:10 തുടങ്ങി 11:55 തീരുന്ന രീതിയിലും ഊട്ടി ടു മേട്ടുപ്പാളയം ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങി വൈകിട്ട് 5:30 തീരുന്ന രീതിയിലും ഒരു ട്രെയിൻ മാത്രമാണ് ഉള്ളത്. ഇത് കൂടാതെ ഊട്ടി ടു കൂനൂർ 5ഓളം ട്രെയിൻ സർവീസുകൾ വേറെയുണ്ട്. ടോയ് ട്രെയിൻ ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രം ആഗ്രഹിക്കുന്നവർ 1 അവർ ദൈർഘ്യമുള്ള ഈ ഷോർട്ട് ട്രിപ്പ് ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഊട്ടി മുതൽ കൂനൂർ വരെ ഡീസൽ എഞ്ചിനും കൂനൂർ ടു മേട്ടുപ്പാളയം സ്റ്റീം എഞ്ചിനുമാണ് സർവീസ് നടത്തുന്നത്. സ്റ്റീം എഞ്ചിൻ ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ കൂനൂർ മുതൽ മേട്ടുപ്പാളയം വരെയോ അല്ലെങ്കിൽ തിരിച്ചുള്ള ട്രിപ്പ് കവർ ആകും വിധം തന്നെ ബുക്ക് ചെയ്യണം. ടോയ് ട്രെയിൻ ബുക്ക് ചെയ്യാൻ 2 വിധമാണുള്ളത്. നേരിട്ട് സ്റ്റേഷനിൽ പോയോ IRCTC റെയിൽ കണക്ട് ആപ്ലിക്കേഷൻ ത്രൂവോ ചെയ്യാം. നേരിട്ട് സ്റ്റേഷനിൽ ചെന്ന് ക്യൂ നിന്ന് ടിക്കറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. സീസൺ ടൈമിലോ വീക്കെൻഡിലോ നോക്കേ വേണ്ട. ഗോ ഫോർ IRCTC ആപ്ലിക്കേഷനിലും 2-3 മന്ത്സ് മുന്നേ തന്നെ നോക്കി ബുക്ക് ചെയ്യേണ്ടതുണ്ട്. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ബഡ്ജറ്റ് നോക്കാതെ ഫസ്റ്റ് ക്ലാസ് തന്നെ ബുക്ക് ചെയ്യുന്നതാണ് ബെറ്റർ. ബിക്കോസ് സെക്കൻഡ് ക്ലാസ് നല്ല കൺജസ്റ്റഡ് സീറ്റിംഗ് ആണ്. ഇനി പറയുന്നത് തികച്ചും ലക്ക് ഫാക്ടർ ആണ്. മേട്ടുപ്പാളയം മുതൽ ഊട്ടി വരെ പോകുന്ന റൂട്ടിൽ ലെഫ്റ്റ് സൈഡ് വിൻഡോ സീറ്റും ഊട്ടി മുതൽ മേട്ടുപ്പാളയം വരുമ്പോൾ റൈറ്റ് സൈഡിലെ വിൻഡോ സീറ്റും കിട്ടിയാൽ കംപ്ലീറ്റ് സീനറി നമുക്ക് നന്നായി എൻജോയ് ചെയ്ത് വരാൻ കഴിയും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. See you guys in the next video. Until then, it's me Aga signing off. Bye bye.